ഊട്ടിയിലൊരു കിഡിലൻ വ്യൂ പോയിൻ്റാണ് കോടനാട് വ്യൂ പോയിൻ്റ്. ഊട്ടിയിൽ നിന്നും കോത്തഗിരി വഴിയാണ് ഇങ്ങോട്ട് വരേണ്ടത്. നമുക്കതിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാം. ഊട്ടിയിൽ വരുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ കാണേണ്ട ഒരു സ്ഥലമാണ് കോടനാട് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ മിക്ക സമയങ്ങളിലും കോട മൂടി കിടക്കാറാണ് പതിവ്. എന്തോ നമ്മൾ ചെന്ന സമയത്ത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ആ തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ടും നഷ്ടമൊന്നും വന്നിട്ടില്ല. കാരണം ഭവാനി സാഗറും മോയാർ റിവറും അതുപോലെ തന്നെ കർണാടകൻ്റെ ഭാഗമായിട്ടുള്ള ചാമരാജ് നഗറും അതേപോലെ തന്നെ സത്യമംഗലം കാടൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി. സാധാരണ നമ്മൾ ഇവിടെ ചെല്ലുന്ന മിക്ക സമയങ്ങളിലും എന്ന് പറഞ്ഞാൽ കോടയൊക്കെ മൂടി കിടക്കുന്ന ഒരു സമയമായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ഒരു ഭാഗങ്ങളും നമുക്ക് കാണില്ല. നമ്മളൊരു മേഘത്തിൻ്റെ ആകാശത്തിൻ്റെ ഒക്കെ ഒരു മേലെത്തിയൊരു ഫീല്, താഴെ മൊത്തം മേഘം നടന്നിട്ടുള്ള ആ ഒരു കിടിലൻ ഇതുണ്ടല്ലോ. ആ ഒരു രണ്ട് കാഴ്ചകളാണ് മിക്ക സമയങ്ങളും ഉണ്ടാവാറ്. അപൂർവമായിട്ടുള്ള ഉത്തരം നല്ല തെളിഞ്ഞ രീതിയിൽ നമുക്ക് ഭവാനി സാഗറൊക്കെ കാണാൻ കഴിയൽ. ഏതായാലും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഞാൻ അതിൻ്റെ കൂടെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ എല്ലാ ബ്യൂട്ടിയും കണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു കോട്ടേജ്. നല്ല കിടിലൻ, നല്ല സ്പേസൊക്കെ ഉള്ള നല്ല അടിപൊളി റൂം, ക്ലീൻ ആൻഡ് നീറ്റ്നെസ് ആയിട്ടുള്ള നല്ല റൂമും അതുപോലെ ഒരു വില്ലയാണത്. ഏകദേശം ഒരു 6 ബെഡ്റൂമൊക്കെ വരുന്ന ഒരു വില്ലയാണ്. നമുക്ക് സിംഗിളായിട്ട് കപ്പിൾസായിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു വില്ലയാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഈ കൂട്ടത്തിലൊന്ന് പരിചയപ്പെടുത്തുകയാണ്. എന്തായാലും താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഇതിന് റൂമിന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി റൂം അല്ലെങ്കിൽ പോലും ഒരു പ്രാവശ്യമായാലും കോടനാടൊന്ന് വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.